ഒരു കിടുക്കാച്ചി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വിവരണമാണ് ഇനി പറയുന്നത്. ഇന്ന് വരെ ഇത് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല, ആരും കഴിച്ചിട്ടുണ്ടാകില്ല. ഓക്കെ, 2 ഗ്ലാസ് പൊടിയെടുത്ത് ഇതുപോലെ അരിച്ച് എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അത് നനച്ച് എടുക്കുക. കട്ട പിടിച്ചാലും കുഴപ്പമില്ല, ഉതിർന്ന് വെക്കണം. ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ആട്ടപ്പൊടി എടുത്ത് നനച്ച് വെച്ചിരുന്നു. അത് ഒരു ഇഡ്ഡലിപ്പാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലത്തെ തട്ടിലിട്ട് ആവി കയറ്റി എടുത്തതാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പുട്ട് ഉണ്ടാക്കുന്ന പോലെ പുട്ടുകുറ്റിയിലിട്ട് പുട്ടിന് ആവി വരുന്ന പോലെ തന്നെ പുട്ട് പോലെ തന്നെ അത് വേവിച്ച് എടുത്ത് ഇട്ട് ചൂടാറിയ ശേഷം ഇത് ആ പുട്ട് പോലെ ആയത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അടപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വേപ്പില ഇടുക. ആ വേപ്പിലയിലേക്ക് കുറച്ച് മുളക്, പച്ചമുളകും നാടൻ പച്ചമുളകും, കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് ഒരു 3 എണ്ണം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാടൻ മുളക് ഒരു വലുതാണെങ്കിൽ 1 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവാള ഇട്ട് ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതിന് ഉപ്പിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഞാനൊരു ടീസ്പൂൺ ആണ് ഇട്ടിരുന്നത്. റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി, മുളക്, കടുക്, വേപ്പിലയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് നേരത്തെ ആവി കയറ്റി വെച്ച ഗോതമ്പ് പൊടി ഇടുന്നു. അത് നന്നായിട്ട് ഇളക്കി കൂട്ടണം. ഇങ്ങനെ ഉള്ളതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഗോതമ്പ് പൊടി വേവിച്ച് പുട്ടുപോലെ ആക്കി വെച്ച് ഉടച്ച് ചൂടായിട്ട് വെച്ചിരുന്നത് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കണം, നല്ല മിക്സായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് തിന്ന് നോക്കുമ്പോൾ അതിന് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിടാം. ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡ് കളറാകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ലൈറ്റ് ഗോൾഡ് കളറായി കഴിഞ്ഞവരെ നിർത്താം. പിന്നെ ഇതിപ്പോൾ തീരെ വെള്ളം ഇല്ലാത്ത ടൈപ്പാണ്, നമുക്ക് കോരി തിന്നാൻ എളുപ്പമാണ്. ഈ സാധാരണ ഉപ്പുമാവ് പോലെ നനഞ്ഞ് കുതിർന്ന് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്താൽ അതേ ആ ഉപ്പുമാവ് പോലെ കട്ട പോലെ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. ഇത് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ്.